അതാ കഴിക്കാറുണ്ടല്ലോ. അപ്പം നൈസ് മീറ്റ് യു. ലവ് ടു ടോക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി, മായം, പരുവിമല പ്രദേശത്തെ കാഴ്ചകൾ. ഇന്ന് അമ്പൂരി മായം പ്രദേശത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. പരുവിമലയിലേക്ക് നമ്മൾ ഈ പാലം കയറിയാണ് വന്നത്. ഈ പാലം പരുവിമല ഗ്രാമത്തിനുണ്ടായ മാറ്റം കാണണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണുക എല്ലാവരും. അതുപോലെ ഈ പാലം ഒന്നുകൂടെ കടക്കാൻ വരുമ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ഒരു അതിഥിയെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പം nice meeting you. Nice meet you. എന്തായാലും ഇൻസ്റ്റയിൽ വന്നില്ലേ? Give me your ID. Please we'll keep in touch. ലവ് ടു ട്രാവൽ സോൺ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനലാണ്, ഇൻസ്റ്റയിൽ ഇല്ല. ഇൻസ്റ്റ കാര്യമായിട്ടൊന്നുമില്ല. ലവ് ടു ട്രാവൽ സോൺ. Love to travel. യാ സോൺ ഒരു സെഡോ ഇനിയുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ ലവ് ടു ട്രാവൽ സോൺ തന്നെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ. അപ്പോൾ അതിനകത്ത് ലിങ്ക് ഇട്ടേക്കടെ. സോൺ ഇസഡോ എന്നെ അടിക്കണം. സോൺ ഇസഡോ എന്നെ. യെസ്. ഓക്കെ, തീർച്ചയായും. താങ്ക് യു. ഓക്കെ, അപ്പുറത്ത് എന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വിശക്കുന്നു ഉണ്ടെങ്കിൽ പോയാൽ മതി. ഷോർട്ട് ഉണ്ടെങ്കിൽ പോയിട്ട് കാര്യം പറയാം. തീർച്ചയായും ഓക്കെ, തീർച്ചയായും. ശരി, താങ്ക് യു. റൈഡർ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ അതിഥിയെ കണ്ടല്ലോ. അതിഥി ആരാന്ന് മനസ്സിലായോ? ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. കാണാനൊരു യാദൃശ്യമായിട്ടൊരു സംഭവം ഉണ്ടായി. റൈഡർ TVS റൈഡറാണല്ലോ ഞാനെടുത്ത വണ്ടി. അപ്പോൾ എൻ്റെ റൈഡർ വണ്ടി കണ്ടിട്ട് പുതിയതായിട്ട് റൈഡർ വണ്ടി എടുത്ത ആളാണ് ഈ ഗായത്രി എന്ന് പറയുന്ന ആ ലേഡി. അപ്പം ഗായത്രി റൈഡർ വണ്ടി കണ്ടിട്ട് ആണ് എൻ്റെ അടുക്കിലേക്ക് വരുന്നത്, സംസാരിക്കാൻ വരുന്നത്. ഗായത്രിയും സുഹൃത്തും കൂടെ ഇവിടെ ഈ പ്രദേശത്ത് രാവിലെ വന്നിട്ട് ഇവിടങ്ങളിൽ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ പങ്കെടുത്തതിന് ശേഷം പരുവിമല ഈ പാലം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ അപ്പോഴത്തേനും പരുവിമല സ്കൂളും പിന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് തിരിച്ച് വരുന്ന വഴിയിലാണ് ഗായത്രിയും സുഹൃത്തും കൂടെ ഞാനുമായിട്ട് മീറ്റ് ചെയ്തതും സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ആ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. പോകുന്നെങ്കിൽ പോകും, പക്ഷേ എനിക്ക് ഇന്നൊന്നും സാധിക്കില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു പോകും. ഇതിൻ്റെ വീഡിയോയുടെ അവസാനം വേറൊരു ടെസ്റ്റ് കൂടെ ഉണ്ട്. അത് എല്ലാവരും മറക്കാതെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നേരെ നമ്മൾ പോകുന്നത് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അമ്പൂരി പ്രദേശത്ത് വന്നിട്ട് നമ്മൾ അമ്പൂരി ടൗൺ കാണാതെ പോകുന്നത് ശരിയല്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ. ഇന്ന് ഈസ്റ്റർ ദിനമാണ്. ഇന്ന് ഇതുവരെ ഏകദേശം 1 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഞാൻ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ നോക്കിയിടത്തൊന്നും ആഹാരം കിട്ടിയിട്ടില്ല. എല്ലാ കടകളെല്ലാം അടവാണ്.
ഹോട്ടലുകളെല്ലാം അടവാണ്. അപ്പോൾ അമ്പൂരി അത്യാവശ്യം മോശമില്ലാത്തൊരു ടൗൺ ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ആഹാരം കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇങ്ങോട്ട് ചോറ് കിട്ടുമോ? ഹോട്ടലുണ്ടോ? ഇപ്പം ഞാൻ പട്ടിണി നടക്കണമെന്ന് പറയാം. ഇല്ലല്ലേ? അമ്പൂരി വലിയ ടൗണല്ലേ? ഇവിടെ എന്തുണ്ട് കാണാൻ? ഇവിടെ എന്തൊക്കെയുണ്ട് കാണാൻ? അത് കണ്ടു, പാലം കണ്ടു. ഈ പാലം കണ്ടു. വേറെ പാലമുണ്ടോ ഇവിടെ? ഓക്കെ. ഒത്തിരി പോകണം അമ്പൂരിക്ക്? അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ അമ്പൂരി ഒന്ന് കണ്ടിട്ട് പോവാം. എന്നാലും ഒരാൾ പട്ടിണി കിടക്കുന്നതാണ് ഇത്രയും സന്തോഷിക്കുക കേട്ടോ. അമ്പൂരിയിലേക്കുള്ള വഴിയാണ് അമ്പൂരി മലപ്രദേശമാണ് കാണുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, വലിയ കുന്നും മല പ്രദേശത്തിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഈ അമ്പൂരി ഭാഗങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഞാൻ മാറ്റല്ലേ ഇരിക്കുന്നു.
ഫ്രണ്ട്സ്, അപ്പോൾ അമ്പൂരിയിൽ മുഴുവൻ, അതായത് അമ്പൂരിയുടെ അപ്പുറം ഇപ്പുറമുള്ള എല്ലാ ടൗണിൻ്റെ എല്ലാ വശങ്ങളിലും ഞാൻ ഒരു പ്രദക്ഷിണം വെച്ച് നോക്കി. ആ പ്രദക്ഷിണത്തിലെല്ലാം സംഭവം പരാജയപ്പെട്ടു. കാരണം എല്ലാ ഹോട്ടലുകളെല്ലാം അടച്ചിരിക്കും. ഒന്നാമത്തെ കാര്യം, പ്രധാനമായിട്ടും ഈ ഹോട്ടലുകളൊക്കെ അടച്ചിട്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗ്യാസിൻ്റെ ദൗർലഭ്യമാണ്. ഗ്യാസില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ ഈസ്റ്റർ ആയതുകൊണ്ട് ആളുകളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ കുറവായിരിക്കും. പിന്നെ ടൗണിലേക്കൊക്കെ ഇറങ്ങി ആഹാരം കഴിക്കുന്ന ആൾക്കാരും കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് ഈസ്റ്റർ ദിനം ആയതുകൊണ്ട് കൂടിയാണ് ഈ ഹോട്ടലുകളൊക്കെ അടച്ചിട്ടിരിക്കുന്നത്. ഗ്യാസിൻ്റെ ദൗർലഭ്യമുണ്ട്, അതൊരു പ്രധാനപ്പെട്ട സംഭവം കൂടിയാണ്. ഇനി എന്തായാലും ഈ ഈസ്റ്ററിന് നമ്മൾ നിലവിൽ ഇതുവരെ ഇനി അങ്ങോട്ടും ഇന്നത്തെ ദിവസം പോക്കണമെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കിട്ടിയാൽ നമ്മളത് കഴിക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അമ്പൂരി ഗ്രാമപ്രദേശം കണ്ടല്ലോ. അമ്പൂരി എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു മലയോര പ്രദേശമാണ്. തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സൈഡ് സ്ഥലമാണ്. തമിഴ്നാടിൻ്റെ ഒരു സൈഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പം ഇവിടെ നമ്മൾ തിരിച്ചിട്ടിപ്പോൾ പോകുന്നത്, നമുക്ക് നമ്മുടെ ഷിനുവായിലേക്ക് പോകണം. ഷിനുവായെ കണ്ടിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടി. നമ്മൾ ഇനിയും ഞാനും ഷിനുവായും കൂടെയാണ്. താഴെ ഒരു കാഴ്ച ഉണ്ട് എന്ന് പറഞ്ഞ് ഷിനു എന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ന് വളരെ ദുഃഖമേറിയ ഒരു ദിവസമാണ് ഷിനുവിനെങ്കിലും എൻ്റെ കൂടെ അവിടെ വരെ വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടെ ഉണ്ട്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഷിനുവിൻ്റെ ഒക്കെ റിലേറ്റീവ്സാണ് ഇവിടെ നിന്ന് കൂടുതലുള്ളത് എന്നുള്ളത്. അപ്പം ഷിനുവായി ഞാനും കൂടെയാണ് അവിടേക്ക് പോകുന്നത്. ഈ കാഴ്ച കാണുമ്പോൾ നമ്മൾ ഈ റോഡിൽ ഇവിടെ എത്തിയപ്പോൾ തന്നെ അങ്ങ് താഴെ ഡാമിൻ്റെ ജലസ്രോതസ്സുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട നല്ല മനോഹരമായ ഒരു തീരപ്രദേശത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഡാമിൻ്റെ ഒരു തീരപ്രദേശത്തേക്ക്. നമ്മൾ അങ്ങേ സൈഡിലെ പരുമല ഭാഗത്തേക്ക് കണ്ടു. ഇത് മായം ഭാഗത്തെ ഒരു കാഴ്ചയാണ്. ഈ കാഴ്ച കണ്ടിട്ട് തിരിച്ചു പോകാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പിന്നീട് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഒരു 5:30-6 മണിയോടുകൂടി നാട്ടിലെത്തിച്ചേരാം എന്ന് വിചാരിക്കുന്നു. അമ്പൂരി ഒരു മലയോര പ്രദേശമാണെങ്കിൽ നല്ല ചൂടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു തണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ എന്താ കഴിക്കാനുണ്ടോ? അതാ കഴിക്കാനുണ്ടല്ലോ. വരുമോ? അവരെവിടെ വെച്ച് ഇവിടുന്ന് വെള്ളം കയറി പോകും. വെള്ളം ഇവിടെ കടത്ത് വെള്ളമാണ്. മനസ്സിലായില്ലേ? കടത്ത് വെള്ളത്തിൽ കയറി കയറി പോകും. ഇവിടെ ഇറങ്ങി ഈസിയായിട്ട് കുളിക്കല്ലേ? എന്താ കഴിയണല്ലേ? ഓരോ സ്റ്റെപ്പാണ്, തട്ടായിട്ടാണ് കിടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഇതില്ലേ? മുതലില്ല. മുതലില്ല. വഴി എവിടെയെങ്കിലും ഒക്കെ കാണും. വഴി അതിതാണ്ട് ഈ വനമില്ല. ഇതാണ്ട് ഇതെല്ലാം വനമില്ല. അല്ല, മനുഷ്യനിപ്പോഴേ ഇത് ഇറങ്ങി വെള്ളത്തിലിറങ്ങി അത് ആ വിശക്കുന്നതാണ്. തിന്നത്തില്ലേ? പിടിക്കത്തില്ലേ? ആ, അയ്യോ, എൻ്റെ മൊബൈൽ അവിടെ വെച്ചേക്കും. എവിടെ ഇരിക്കുക? വണ്ടിക്കകത്തിരിക്കണം. വണ്ടിയിൽ
ടേക്ക് എ ബ്രേക്ക്. വായോ എനിക്ക് വേണം, ഞാൻ പറയുന്നു. വായ ഫോട്ടോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ യാത്ര അപ്രതീക്ഷിതമായിരുന്നു എന്നതുകൊണ്ടും പിന്നെ ക്യാമറ കൃത്യമായി ചാർജ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു എന്നതുകൊണ്ടും വണ്ടിയിൽ ഇരിക്കുമ്പോൾ മാത്രം നമ്മൾ വണ്ടിയുടെ ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് കൊണ്ടാണ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഉള്ള സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഗായത്രിയും കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവർ ഇവിടെ ഇരുന്ന് ആ കടയിലിരുന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുകയായിരുന്നു. ഞങ്ങൾ കയറി ചെന്നു. ഷിനുവിൻ്റെ ഒരു റിലേറ്റീവ് ആയിരുന്നു ആ കടക്കാരെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് അവർ കഴിക്കാൻ വെച്ചിരുന്ന ചോറ് ഞങ്ങൾക്കെല്ലാവർക്കും, അതായത് ഞങ്ങൾ 4 പേർക്കും, ഷിനുഭായി കഴിച്ചില്ല. അപ്പം ഞങ്ങൾ 3 പേർക്കും അവർ കഴിക്കാൻ വെച്ചിരുന്ന ചോറും അവർ കറി മോര് കറിയോ അതുപോലെ എന്തൊക്കെയോ ഒക്കെ ഉണ്ടായിരുന്നു. അത് ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിക്കാൻ കഴിയും. അങ്ങനെ ഇന്നത്തെ ഈസ്റ്ററിന് നമുക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ പോർക്കിറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. പോർക്കിറച്ചി ഗായത്രി അവർ കഴിച്ചു, ഞാൻ കഴിച്ചില്ല. കാരണം നമ്മൾ ഷിനുവിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ, വളരെ ഒരു ദുഃഖത്തിലിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മാംസാഹാരങ്ങളും മീനും അതൊക്കെ ഷിനുവിൻ്റെ സാന്നിധ്യത്തിലെങ്കിലും കഴിക്കാതിരിക്കുന്നത് നമ്മുടെ ഒരു മാന്യതയാണ് എന്നതുകൊണ്ട് ഞാനത് വേണ്ട എന്ന് വെച്ചു. അപ്പോൾ അവരെ വീണ്ടും കണ്ടു. ഞങ്ങൾ കുറേ നേരം വീണ്ടും അവിടെ സംസാരിച്ചു. അപ്പോൾ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും സാധിച്ചില്ല. ഇനി എന്തായാലും സന്തോഷകരമായിട്ടുള്ള ഒരു യാത്രയുടെ എൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിങ്ങനെ ഈ യാത്രയിൽ, ഓരോ യാത്രയിലും എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ഇതുപോലെ നമുക്ക് അവിടെ നിന്നുണ്ടായി വരുന്ന ചില സൗഹൃദങ്ങളുണ്ട്. അപ്പം എല്ലാ സൗഹൃദങ്ങളും തുടരുന്നു എന്നതുപോലെ തന്നെ ഈ സൗഹൃദം തുടരട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിലാണ്. കൂടുതൽ വഴികളൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ ഒരു സൈഡിൽ ഡാമിൻ്റെ ഡാമിൻ്റെ സ്റ്റോറേജ് സ്പേസിലൂടെ കരയിലൂടെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേയേറെ ദൂരം ഉണ്ട് ഈ കാഴ്ച എന്ന് പറയുന്നത്. അപ്പം നമ്മളിനിയും ഉച്ചയ്ക്കത്തെ ആഹാരമെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സാവകാശം മെയിൻ റോഡിൽ കയറുമ്പോൾ എന്താവുമെന്നറിയില്ല. നല്ല ചൂടാണ്, അമ്പൂരിയിലും ചൂടാണ്, നമ്മുടെ കേരളത്തിലാകപ്പാടെ നല്ല ചൂടാണ്. അപ്പോൾ ചൂടിന് അകത്തൂടെ ഒരു യാത്രയാണ് എന്നുള്ളതുകൊണ്ട് ഇവിടം വിട്ട് കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല. ഇവിടെ മഴക്കാലൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ആശ്വാസം. അപ്പം നമ്മൾ ചെറുതെ പോകട്ടെ. ഇനിയും പോകെ നമുക്ക് വീണ്ടും കാണാം.
ഫ്രണ്ട്സ്, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ മനോഹരമായ കമൻറ്റുകൾ നമ്മുടെ ചാനലിനിടയിൽ കൊടുക്കണം, വീഡിയോയ്ക്കിടയിൽ കൊടുക്കണം. പിന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് ഹൈപ്പിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി എന്തായാലും നമുക്കിനി വഴി ഏറെ ദൂരം മുന്നോട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ യാത്ര തുടരട്ടെ.